ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എന്നെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫാരിസ് എന്നാണ്. എൻ്റെ നാട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ്. ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. എന്നെക്കുറിച്ചുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആദ്യമേ തരാം, എന്നിട്ട് പിന്നെ കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളെല്ലാവരും തമ്പനയിൽ കണ്ടിട്ടുണ്ട്, അത് തന്നെയാണ് സബ്ജക്റ്റ്. എൻ്റെ പേര് ഫാരിസ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ ഏകദേശം നമ്മൾ UAE ഒരു 8 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നാട്ടിൽ 1 വർഷം 1.5 വർഷത്തിനടുത്ത് നാട്ടിൽ ജോലി ചെയ്തു. പിന്നീട് വീണ്ടും ഒരു 5 വർഷം സൗദി അറേബ്യയിൽ ജോലി ചെയ്തു. അതിനുശേഷം നാട്ടിലേക്ക് വന്ന് വീണ്ടും ബഹ്റൈനിൽ ഒരു 3 മാസം ജോലി ചെയ്തു. തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് വന്നു. അങ്ങനെ 3 രാജ്യങ്ങളിലായിട്ട് ഏകദേശം 13 വർഷത്തിന് മുകളിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. കൂടാതെ നാട്ടിൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ നാട്ടിലും ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൾഫിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ചെന്നൈയിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നാട്ടിൽ തന്നെ. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും വ്യക്തമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ പറയാനായിട്ട് സാധിക്കും, നാട്ടിലെയും ഗൾഫിലെയും ജോലിനെ കുറിച്ച്. അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൾഫിലെ ജോലി എന്ന് പറയുന്നത് ഞാൻ 2 കാറ്റഗറിയിലുള്ള ആൾക്കാരെ തിരിച്ചിട്ടുണ്ട്. സാധാരണ കാറ്റഗറി, നോർമൽ കാറ്റഗറി, ഏകദേശം ഒരു 70,000 1 ലക്ഷത്തിൽ താഴെ സാലറി മേടിക്കുന്ന ഒരു കാറ്റഗറി. പിന്നെ വലിയ സാലറി മേടിക്കുന്ന ആ ഒരു കാറ്റഗറി 1 ലക്ഷത്തിന് മുകളിൽ എത്രയാണോ അവരെ സ്കില്ലിനനുസരിച്ച് മേടിക്കുന്നത്, അത് ആ കാറ്റഗറി ഞാൻ എടുക്കുന്നില്ല. സാധാരണ ജോലിക്കാരെയാണ് ഞാൻ എൻ്റെ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനായി ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ശരിക്കും 2 വർഷത്തിലോ അല്ലെങ്കിൽ 1 വർഷത്തിലോ ലീവ് കിട്ടുന്ന ഒരു ആളായിരിക്കും ഞാൻ ഈ ഉദ്ദേശിച്ച കാറ്റഗറിയിൽ ഒരു 90% ആളുകളും. പിന്നെ അവർക്ക് ഫാമിലിയുമായി ഗൾഫിൽ നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ആളുകളാണ് ഞാൻ ഉദ്ദേശിച്ച കാറ്റഗറിയിലെ ഒരു 90% ആളുകളും. പ്രത്യേകിച്ച് ഇടയ്ക്കൊക്കെ വിസിറ്റിങ്ങിന് കൊണ്ടുപോയി നിർത്താം എന്നല്ലാതെ അവരെ സ്ഥിരമായിട്ട് അവർക്ക് ഫാമിലിയോട് കൂടി നിർത്താനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളുകളാണ്. പിന്നെ മക്കളൊക്കെ ആയെങ്കിൽ ആ ഒരു ചിലവ് തീർച്ചയായും അവർക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ ഗൾഫിൽ ജോലി ചെയ്ത് വർഷത്തിൽ 1 മാസമോ 2 മാസമോ 2 വർഷത്തിൽ 2 മാസമോ അങ്ങനെ അവർ നാട്ടിലേക്ക് വന്ന് അവൻ്റെ ആ ഒരു 2 വർഷം കൊണ്ടുണ്ടാക്കിയ സമ്പാദ്യമെല്ലാം ആ 2 മാസം കൊണ്ട് തീർത്ത് വീണ്ടും പ്രവാസത്തിലേക്ക് പോയി വീണ്ടും ആ ഒരു വെക്കേഷന് വേണ്ടി തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ഒരു കൂട്ടം പ്രവാസികൾ. അതുപോലെ നാട്ടിൽ ചെറിയ ശമ്പളം എന്ന് പറയുമ്പോൾ നാട്ടിൽ 20,000 30,000 ആ രീതിയിലൊക്കെ സാലറി മേടിക്കുന്ന ഒരു സാധാരണ ഒരു വ്യക്തി, അവന് കിട്ടുന്നു വലിയ സേവിങ്സ് ഒന്നുമില്ല, ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവന് നാട്ടിൽ ഫാമിലിയോട് കൂടെ ജീവിക്കാൻ പറ്റുന്നു. അവനൊരു എല്ലാം അച്ചീവ് ചെയ്യും എന്നല്ല പറയുന്നത്. ഈ 2 കാറ്റഗറിയിൽ വെച്ച് നോക്കുമ്പോൾ ആ പ്രവാസിയായി നിൽക്കുന്ന ആൾ ചിലപ്പോൾ നാട്ടിലെ കാര്യങ്ങളെല്ലാം നടന്നു പോകും ഭംഗിയായിട്ട്. പക്ഷേ അവൻ അവിടെ ജീവിക്കാൻ മറക്കും. അവനാകെ ജീവിക്കുന്നത് അവൻ്റെ ഈ 1 മാസം 2 മാസം 2 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ. അപ്പോൾ അവന് ശരിക്കും അവൻ്റെ ലൈഫ് അവിടെ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും അവൻ ലൈഫ് ഇല്ല എന്ന് തന്നെ പറയാം. അവരൊക്കെ പറയും എൻ്റെ ഫാമിലി ജീവിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും അവിടെ അവന് തീർച്ചയായിട്ടും ലൈഫില്ല. നാട്ടിലുള്ള ആൾക്കാർ ഇനി നാട്ടിലുള്ള ആളെക്കുറിച്ചാണ് പറയുന്നത്. നാട്ടിലുള്ള ആൾ ശരിക്കും അവനൊന്നും സമ്പാദിക്കാനോ ഏൺ ചെയ്യാനോ പറ്റുന്നില്ല എങ്കിലും ഫാമിലിയോട് കൂടെയുള്ള അവൻ്റെ ജീവിതം തീർച്ചയായിട്ടും അവൻ ജീവിക്കുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അവന് ഇനി ഒരുപാട് വർഷങ്ങൾ കടന്നു പോയാലും അവനൊന്നും സമ്പാദിക്കാനോ ആവാനോ പറ്റിയിട്ടില്ല എങ്കിൽ അവന് ജീവിച്ചു എന്നുള്ള ഒരു ആശ്വാസം തീർച്ചയായും അവനുണ്ടാവും. ഇത് എല്ലാവരുടെയും അവസ്ഥയല്ല, പക്ഷേ ഭൂരിഭാഗം ആളുകൾ ഇപ്പോഴുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ കുറയട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അവിടെയുള്ള ആൾക്കാരും നല്ല രീതിയിൽ ഫാമിലിനെയൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റി പ്രവാസമൊക്കെ നിർത്തി നാട്ടിൽ സെറ്റിലാവട്ടെ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം.
എൻ്റെ ടോപ്പിക്ക് എത്രത്തോളം എനിക്ക് കവറായി പറയാൻ ശ്രമിച്ചു എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ഒരു ഏകദേശം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പാർട്ടും കൂടി ഞാൻ ചെയ്യുന്നതായിരിക്കും. കാരണം ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും അടുത്ത ഒരു പാർട്ടിൽ ഞാൻ വീണ്ടും പറയുന്നതായിരിക്കും. വീണ്ടും അടുത്തൊരു കാറ്റഗറീനെ കുറിച്ചുള്ള അപ്ഡേഷനുമായിട്ട് വീണ്ടും ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമോ എതിരഭിപ്രായമോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ വിലയിരുത്തൂ. എൻ്റെ അഭിപ്രായമാവില്ല നിങ്ങളുടെ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ തിരുത്തലുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇത് നമ്മൾ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ പോലെയാണ്. അത് നമുക്കെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ആയിരിക്കട്ടെ. ഭാവിയിലേക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള ഒരു അറിവ് നമുക്കുണ്ടാവട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം എൻ്റെ ചാനലിൽ പോയി കാണുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട്, പ്രത്യേകിച്ച് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.